അടുത്ത വീട്ടിലെ ഒരു സ്ത്രീ വിമല ചേച്ചിയോട് ചോദിച്ചു, എടീ മകൻ്റെ പ്രായമുള്ള ഒരു ചെക്കനല്ലേന്ന്. ആണടി ആണ്, അതിന് നിനക്കെന്താ എന്ന് പറയുന്ന വിമല ചേച്ചിയുടെ യഥാർത്ഥ കഥ നമുക്കൊന്ന് കേട്ടാലോ? മാഡം, എൻ്റെ പേര് വിമല, യഥാർത്ഥ പേരല്ല. 53 വയസ്സുള്ള ഒരു വർക്കിംഗ് വിമനാണ്. എനിക്ക് 2 പെൺമക്കളാണുള്ളത്. അവരുടെ 2 പേരുടെയും വിവാഹം കഴിഞ്ഞു. 2 പേരും വിദേശത്ത് സെറ്റിൽഡാണ്. ഹസ്ബൻഡ് 10 വർഷത്തിന് മുമ്പ് അപ്രതീക്ഷിതമായി ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചു പോയതാണ്. അദ്ദേഹത്തിന് ടൗണിൽ ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു. അത് മരണശേഷം വിറ്റു. എനിക്കാണെങ്കിൽ ജോലിക്ക് പോകേണ്ടതുകൊണ്ട് അത് നോക്കി നടത്താൻ പറ്റില്ല. പിന്നെ 2 പെൺകുട്ടികളല്ലേ, അവർക്കും താല്പര്യമില്ല. അത് വിറ്റ് കിട്ടിയ പൈസ ഉപയോഗിച്ചിട്ടാണ് 2 പെൺകുട്ടികളെയും കെട്ടിച്ചു വിട്ടത്. അവർ സെറ്റിലായി കഴിഞ്ഞപ്പോഴേക്കും ഞാൻ തനിയായി. പക്ഷേ എനിക്കതിൽ പ്രത്യേകിച്ച് ദുഃഖമൊന്നുമില്ല. ഭർത്താവ് പണ്ടേ മരിച്ചു പോയതുകൊണ്ട് ആ ജീവിതവുമായി ഞാൻ അഡ്ജസ്റ്റഡ് ആയിരുന്നു. കുട്ടികളെ വളർത്താൻ എനിക്കൊരു ജോലിയുമുണ്ട്. അതുകൊണ്ട് കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. കാണാൻ സൗന്ദര്യവും ചെറുപ്പവും ഉണ്ടെന്ന് ഞാൻ സ്വയം പുകഴ്ത്തി പറയുകയില്ല. അങ്ങനെയുണ്ടെന്ന് എനിക്ക് ബോധ്യമുണ്ട്. പലരും എൻ്റെ പുറകെ നടന്നിട്ടുണ്ട്. പക്ഷേ കുറേ വർഷങ്ങളായിട്ട് എൻ്റെ മനസ്സ് ഉറഞ്ഞ ഒരു ശില പോലെയാണ്. ഭർത്താവ് മരിക്കുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾ തമ്മിലുള്ള എല്ലാ ബന്ധങ്ങളും ഏകദേശം അവസാനിച്ചതുപോലെയായിരുന്നു. പ്രത്യേകിച്ച് വഴക്കോ വാക്കാണോ ഒന്നുമില്ല, സ്നേഹമാണ്. എങ്കിലും പരസ്പരം 2 പേർക്കും എന്തോ അതൃപ്തി തന്നെയായിരുന്നു. ഏതോ ഒരു ഘട്ടത്തിൽ ഞങ്ങൾ തമ്മിലുള്ള എല്ലാ കാര്യങ്ങൾക്കും ഒരു അതിർവരമ്പ് വന്നു. പിന്നെ 2 പേരും വെറുതെ ഉറങ്ങാൻ വേണ്ടി ബെഡ്റൂം ഉപയോഗിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. മക്കൾക്കും ഇതൊന്നും അറിയില്ല. പെട്ടെന്ന് ഹസ്ബൻഡ് മരിക്കുകയും ചെയ്തു. അത് കഴിഞ്ഞതിൽ പിന്നെ വിധേയെന്നുള്ള പേരായല്ലോ. പല ആളുകളും എൻ്റെ പുറകെ വന്നെങ്കിലും എൻ്റെ മനസ്സെന്തോ മരവിച്ച പോലെയായിരുന്നു. പ്രണയവുമില്ല, സ്നേഹവുമില്ല. വേറെന്തെങ്കിലും വീണ്ടും വിചാരമുണ്ടോ എന്ന് ചോദിച്ചാൽ അതുമില്ല. ആകെക്കൂടി വല്ലാത്തൊരവസ്ഥ. ആ അവസ്ഥയിൽ ഞാൻ ദുഃഖിച്ചിരുന്നില്ല. കാര്യം ഒത്തിരി കാര്യങ്ങൾ നോക്കി നടത്തണമല്ലോ. പക്ഷേ മക്കൾ വിവാഹം കഴിഞ്ഞു പോയ ശേഷമാണ് ഒറ്റപ്പെടൽ എന്താണെന്ന് ഞാൻ അറിഞ്ഞത്. അതിനെനിക്ക് ദുഃഖമില്ല. അവർ കൂടെ ഉണ്ടായിരുന്നപ്പോൾ എനിക്ക് ചെയ്യാൻ ഒത്തിരി കാര്യങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ ഓഫീസിലെ കാര്യങ്ങൾ മാത്രമല്ലേ ഉള്ളൂ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞങ്ങളുടെ ഓഫീസിൽ പുതിയതായിട്ട് ഒരു ക്ലർക്ക് വന്നത്. ചെക്കന് 25 വയസ്സ് കഷ്ടിച്ചേ ഉള്ളൂ. എഴുതിയ പരീക്ഷ ആദ്യം തന്നെ കിട്ടി. അങ്ങനെ വന്നതാണ്. കണ്ടു കഴിഞ്ഞാൽ വെളുത്ത് തുടുത്ത് ചുവന്ന് ഒരു സുമുഖൻ. ഏത് പെണ്ണിനും ഒരിഷ്ടം തോന്നിപ്പോകും. അങ്ങനെയാണ് സംസാരമൊക്കെ. എന്തിനാ മോനെ നീ ഈ ജോലിക്ക് വന്നത്? നിനക്ക് സിനിമയിലോ സീരിയലിലോ മറ്റോ അഭിനയിക്കാൻ പോയിക്കൂടെ എന്ന് പോലും ചോദിച്ചവരുണ്ട്. ഞങ്ങളവിടെ എന്നെക്കാൾ ഇളയ കുറേ സ്ത്രീ സ്റ്റാഫുകളുണ്ട്. അവർക്കെല്ലാം ചെക്കനെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും വല്ലാത്തിളക്കമാണ്. എല്ലാവരുടെയും കല്യാണം കഴിഞ്ഞ് ഭർത്താക്കന്മാരും കുട്ടികളുമൊക്കെ ഉള്ളതാണ്. എന്നാലും അവനോട് കൊഞ്ചിക്കൊഴിഞ്ഞിരിക്കാൻ വല്ലാത്ത മോഹമാണ്. സമയം കിട്ടുമ്പോഴൊക്കെ അവൻ്റെ കൂടാണ്. അല്ലെങ്കിൽ അവൻ അവരെ ചുറ്റിപ്പറ്റി നടക്കും. എനിക്കാണെങ്കിൽ ഇത്തിരി ഉയർന്ന പോസ്റ്റ് ആയതുകൊണ്ട് ഒട്ടും അങ്ങോട്ട് അടുക്കാൻ പറ്റുന്നില്ല. വേറൊന്നും ഉദ്ദേശിച്ചല്ല, അവനോട് എനിക്ക് നന്നായി സംസാരിക്കണമെന്നുണ്ട്, ഒരു വാത്സല്യം. പക്ഷെ എന്ത് ചെയ്യാനാണ്, അവൻ എന്നോട് അകലം വിട്ട് നിൽക്കുകയാണ്. മറ്റ് സ്ത്രീകളോടൊക്കെ ഭയങ്കര അടുപ്പമാണ്. പക്ഷേ എനിക്ക് അസൂയുണ്ടെങ്കിലും പുറത്ത് പറയാൻ പറ്റുമോ? പെണ്ണുങ്ങളെല്ലാം അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പറയും തള്ളയ്ക്ക് പ്രശ്നം തുടങ്ങിയെന്ന്. വെറുതെ എന്തിനാ പേരുദോഷം കേൾക്കുന്നത്? അതുകൊണ്ട് ഞാൻ ഒന്നും മിണ്ടിയില്ല. അങ്ങനെ ഇരിക്കുകയാണ് ഒരു ദിവസം അവൻ എൻ്റെ കയ്യിൽ കൊണ്ടുവന്ന് ഒരു അവധിക്ക് അപേക്ഷ തന്നത്. ഞാൻ ചോദിച്ചു, ഇതെന്തിൻ്റെ അവധിയാണ്? മാഡം, എനിക്ക് ഒരു സർജറി ഉണ്ട്, അതിനുവേണ്ടി 10 ദിവസം അവധി വേണം. 10 ദിവസമോ? 10 ദിവസം കൊണ്ട് ഏത് സർജറി എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവനൊന്ന് പരിങ്ങി, ഒന്നും മിണ്ടുന്നില്ല. ഞാൻ ചോദിച്ചു, എന്ത് സർജറിയാ? അത് 10 ദിവസമില്ലെങ്കിൽ ഒരാഴ്ച തന്നാലും മതിയെന്ന്. ഞാൻ പറഞ്ഞു, എന്ത് സർജറിയാണെന്ന് നീ അങ്ങ് പറ, വെറുതെ സസ്പെൻസ് ഇടാതെ. ഇതെന്തിൻ്റെ സർജറിയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവൻ എന്നോട് പറഞ്ഞു, മാഡം ഞാൻ തുറന്നു പറയുകയാണ്, ആരോടും പറയരുത്. ഞാൻ ചോദിച്ചു, അതെന്താ നിഖിലേ, രഹസ്യ സർജറി? അങ്ങനൊരു സർജറി ഉണ്ടോ? പക്ഷേ അവന് പറയാൻ ഒരു മടി പോലെ. ഞാൻ പറഞ്ഞു, ഓക്കെ പറയണ്ട, എനിക്ക് മനസ്സിലായി, പൈൽസിന് സർജറി അല്ലേ, സാരമില്ല, അതിപ്പോൾ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും എല്ലാം ഉണ്ടാകുന്നതാണ് എന്ന് പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു, അയ്യോ മാഡം, ആ സർജറി ഒന്നുമല്ല. പിന്നെ എന്ത് സർജറിയാ എന്ന് ചോദിച്ചപ്പോൾ അവൻ എന്നോട് പറഞ്ഞു, അതെ എനിക്ക് ചെറിയ പ്രശ്നങ്ങളുണ്ട്. പ്രശ്നങ്ങളുള്ളവർക്കാണല്ലോ സർജറി ചെയ്യുന്നത്, എന്താണെന്ന് പറഞ്ഞ് അങ്ങ് തീർക്ക് എന്ന് പറഞ്ഞപ്പോൾ അതെ പുറകോട്ട് മാറുന്നില്ല. അപ്പോൾ ഞാൻ സർജനെ കണ്ടു. അപ്പോൾ സർജൻ പറഞ്ഞു, നമുക്കെന്ന കൈയോടെ അങ്ങ് ചെയ്തേക്കാം, കാര്യം വിവാഹത്തിനൊക്കെ ആകേണ്ടതല്ലേ എന്ന് പറഞ്ഞു. മാഡം, ഞാൻ പറഞ്ഞു, നല്ല കാര്യമാണ്. ഈ പ്രോബ്ലം എൻ്റെ ഹസ്ബൻഡും ഉണ്ടായിരുന്നു. പിന്നെ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും ഞാനാ പറഞ്ഞത്, എന്തിനാ മനുഷ്യ വെറുതെ ഇടയ്ക്കിടയ്ക്ക് ബുദ്ധിമുട്ടുന്നത്?
നമുക്ക് ഡോക്ടറെ കാണാമെന്ന് പറഞ്ഞു. അങ്ങനെ നിർബന്ധിച്ച് ഞാൻ അത് ശരിയാക്കിയെടുത്തു. ഇപ്പോഴത്തെ കാലത്ത് അത്ര വലിയ പ്രോബ്ലം ഒന്നുമില്ലല്ലോ, ലേസർ പോലുമുണ്ട്, ഒരു ദിവസത്തെ വിശ്രമം മതി എന്ന് എനിക്കറിയാമെന്ന്. ആ മാഡം, ലേസർ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാ മാഡത്തിന് അതിനെക്കുറിച്ച് വല്ല അറിവുണ്ടോ? ഞാൻ പറഞ്ഞു, ഞാനിങ്ങനെ മാസികകളൊക്കെ വായിച്ചിട്ടുള്ളതാണ്. ലേസർ ആകുമ്പോൾ ഒട്ടും പ്രശ്നമില്ല, ഇറിറ്റേഷനും വേദനയും അതേപോലെ വിശ്രമ ടൈമും കുറവായിരിക്കും. അങ്ങനെയാണോ മാഡം? ഇവിടെ എവിടെയെങ്കിലും ഫെസിലിറ്റി ഉണ്ടോ? മാഡത്തിന് ആരെങ്കിലും അറിയാമോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ കൂടെ പഠിച്ച ഒരാൾ സീനിയർ നേഴ്സാണ് ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ, അവിടെ എല്ലാ ഫെസിലിറ്റിയും ഉണ്ട്. ഞാൻ അവളെ വിളിച്ചൊന്ന് ചോദിക്കട്ടെ. ഓക്കെ മാഡം, എന്തായാലും എൻ്റെ ലീവ് ശരിയാക്കി തരുമല്ലോ? ഞാൻ പറഞ്ഞു, കുഴപ്പമൊന്നുമില്ല, അത് ഞാനങ്ങ് ശരിയാക്കിയേക്കാം. എന്തായാലും എൻ്റെ സുഹൃത്തിനോടൊന്ന് വിളിച്ചു നോക്കട്ടെ എന്ന് ഞാൻ പറഞ്ഞു. അവളാണെങ്കിൽ അവിടുത്തെ തിയേറ്റർ ഇൻചാർജാണ്. ഞാൻ വിളിച്ചു വെച്ചപ്പോൾ എന്നോട് പറഞ്ഞു, എടി ഒരു കാര്യം ചെയ്യേ, ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യേ, ഞാൻ ഇവിടുത്തെ സർജറി ഹെഡിനോട് ഒന്ന് ചോദിക്കട്ടെ എന്ന് പറഞ്ഞു. ഇത്തിരി കഴിഞ്ഞപ്പോൾ അവൾ എന്നോട് പറഞ്ഞു, 45,000 രൂപയാകും. എന്താടി 45,000 രൂപയോ? അത് കേട്ടാൽ ചെക്കൻ ബോധം കെട്ട് വീഴുമല്ലോ. ഈ അടുത്ത കാലത്ത് അവന് സർജറി വേണ്ടെന്ന് പറയും. അപ്പോൾ അവൾ പറഞ്ഞു, എടി ലേസർ ഉപയോഗിച്ചാകുമ്പോഴേക്കും അതിൻ്റെതായ ചാർജുണ്ട്. ലേസർ സർജറിക്കൊക്കെ പണം കൂടുതലാണ്. വേണമെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു 40,000 രൂപയ്ക്ക് ചെയ്തു തരും ഞാൻ പറഞ്ഞാലെന്ന് പറഞ്ഞു. ആ എടി, ഒന്ന് ഞാൻ ചോദിക്കട്ടെ, അവനോട് പറയട്ടെ ഇത്രയും ബഡ്ജറ്റ് ആകുമെന്ന്. അപ്പോൾ ഞാൻ അവനെ വിളിച്ച് പറഞ്ഞു. അവൾ പറഞ്ഞു, 50,000 രൂപയ്ക്ക് ആകുമായിരിക്കും, പക്ഷെ 40,000 രൂപയ്ക്കുള്ളിൽ എല്ലാം ശരിയാക്കാവുന്ന. അത് കേട്ടപ്പോൾ അവന് കുലുക്കൊന്നുമില്ല. അതിനെന്താ മാഡം, പ്രശ്നമൊന്നുമില്ലെങ്കിൽ നമുക്കത് ചെയ്യാമല്ലോ. മാഡത്തിൻ്റെ ഫ്രണ്ടിനെ എനിക്ക് ഒന്ന് കണക്ട് ചെയ്ത് തരാമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, കുഴപ്പമില്ല, ഞാൻ അതെല്ലാം ശരിയാക്കാമെന്ന്. അങ്ങനെ അവനെ ഞാൻ ആ ഹോസ്പിറ്റലിൽ പറഞ്ഞു വിട്ടു. അങ്ങനെ സർജനെ കാണിച്ചു. സർജൻ പറഞ്ഞു പിറ്റേ ദിവസം തന്നെ ചെയ്യാമെന്ന്. പിറ്റേ ദിവസം ചെയ്തില്ലെങ്കിലും അതിൻ്റെ പിറ്റേ ദിവസം ചെയ്തു. പ്രത്യേകിച്ച് റെസ്റ്റ് ഒന്നും ആവശ്യമില്ലായിരുന്നു. 2-3 ദിവസം ലീവ് എടുത്തു. ഒരു പനിക്ക് ലീവ് എടുക്കുന്ന പോലെ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി അവൻ ജോറായി തിരിച്ചു വന്നു. ഓഫീസിലെ ആരും ഒന്നും അറിഞ്ഞില്ല. അവൻ എങ്ങോ ടൂർ പോയിരിക്കുകയാണ് എന്നാണ് എല്ലാവരും വിചാരിച്ചത്. വന്നു കഴിഞ്ഞപ്പോഴേക്കും പെണ്ണുങ്ങൾ അടുത്തുകൂടി. ഞാനാണെങ്കിൽ ഇടയ്ക്കിങ്ങനെ നോക്കുന്നുണ്ട്. അവന് കാര്യം മനസ്സിലായി. പിന്നീട് എനിക്ക് ധൈര്യമായി. കാരണം അവൻ്റെ രഹസ്യങ്ങളൊക്കെ എനിക്കറിയാമല്ലോ. ഒരു ദിവസം ഞാൻ ചോദിച്ചു, നീ എന്തിനാണ് ഇങ്ങനെ കുഴലൂതാൻ വേണ്ടി പെണ്ണുങ്ങളുടെ നടുക്ക് പോയിരിക്കുന്നത്? നിനക്ക് നാണമില്ലേ? അത് മാഡം, അവർ വന്നപ്പോൾ മുതലേ എന്നെ ഒട്ടി അങ്ങ് നിൽക്കുകയാണ്. എന്ത് ചെയ്യാനാണ്? അങ്ങോട്ട് വിടില്ല ഇങ്ങോട്ട് വിടില്ല. ഉച്ചയ്ക്ക് ചോറ് കഴിക്കാൻ പോലും എല്ലാവരും കൂടി എൻ്റെ ചുറ്റും വന്നിരിക്കുകയാണ്. അതെങ്ങനെയാടാ? കുറേ കാലമായിട്ട് ഈ ഓഫീസിൽ പുതിയ അപ്പോയിൻമെൻ്റ് ഒന്നും വരുന്നില്ല. എല്ലാവരും നേരത്തെ അറിയാവുന്നവരാണ്. പിന്നെ പ്രായമുള്ളവരും കണ്ണി നോക്കിയിരിക്കുകയാണ്. അതിനിടയ്ക്കാണ് നിന്നെപ്പോഴൊരു കിളുന്ന പയ്യനും വന്നത്. അപ്പോഴേക്കും അവളുമാരുടെ ശ്രദ്ധ നിൻ്റെ മേലായി. പിന്നെ വേറൊരു കാര്യമുണ്ട്, വീട്ടിൽ ഭർത്താക്കന്മാരുണ്ടെങ്കിൽ അവരെ ഇത്രയും ശ്രദ്ധിക്കില്ല. നീ വന്നു കഴിഞ്ഞപ്പോഴേക്കും നിന്നെ ഊട്ടാൻ നടക്കുകയാണ്. എല്ലാം കണക്കാ, യക്ഷികളാണ് എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, മാഡത്തിന് നല്ല അസൂയുണ്ടല്ലേ? ഞാൻ ചോദിച്ചു, എന്തിനാ അസൂയപ്പെടുന്നത്? ഞാൻ വന്ന് നിൻ്റെ കൂടെ ഇരുന്ന് നിന്നെ ഊട്ടണോ ഞാൻ? അത് ഉറക്കണോ? താരാട്ട് പാടണോ? എന്തിനാണ് എനിക്ക് അസൂയ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവൻ പറഞ്ഞു, എൻ്റെ പൊന്നുമാടൻ, ഞാൻ വെറുതെ പറഞ്ഞ തമാശയ്ക്ക് കൊള്ളാം. ഗോപികമാരുടെ കൂടെ ഇരുന്ന് അവസാനം സീരിയസ് ആകരുത്. എല്ലാവർക്കും ഭർത്താക്കന്മാരുള്ളതാണ്. അവരുടെ കയ്യിൽ നിന്ന് അടി കിട്ടരുത്. അത് മാത്രം മോൻ സൂക്ഷിച്ചോളുക എന്ന് പറഞ്ഞു. മാഡമിനെ കുറിച്ച് അങ്ങനെയാണ് വിചാരിച്ചത്. ഓഫീസിലെല്ലാവരും സ്നേഹമായിട്ട് പെരുമാറുന്നു എന്നുള്ളതല്ലാതെ ഓഫീസ് കഴിയുമ്പോൾ എനിക്ക് ആരുമായിട്ടും ബന്ധമൊന്നുമില്ല. ബന്ധം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നിൻ്റെ മൊബൈലോ വാട്സാപ്പൊക്കെ നോക്കിക്കഴിഞ്ഞാലേ അറിയിക്കുള്ളൂ. മാഡം എന്നാ നോക്ക്, 3205 ഇതാണ് എൻ്റെ പിന്ന്. മൊബൈലിൽ എടുത്തങ്ങ് നോക്ക് എൻ്റെ വാട്സാപ്പിൽ എന്താണെന്നും. അപ്പം നിൻ്റെ വാട്സാപ്പിൽ ഒന്നുമില്ലേ? നിനക്കൊരു പ്രേമം പോലും ഇല്ലേ? മാഡം, PC കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഒത്തിരി അധ്വാനിച്ചു. അതിനിടയ്ക്ക് പ്രേമിക്കാനൊന്നും ഞാൻ നിന്നില്ല. അതൊക്കെ മറന്നുപോയി. എനിക്ക് പ്രേമമൊന്നുമില്ല. ഇനിയിപ്പോൾ വീട്ടുകാർ ആലോചിക്കുന്ന ഒരു പെൺകുട്ടിയെ കല്യാണം കഴിക്കണം. അതിനാണല്ലോ ഞാൻ ധൃതി വെച്ച് ഈ കാര്യങ്ങൾ ഒക്കെ ഒന്ന് ശരിയാക്കിയെടുത്തത്. മാഡത്തിൻ്റെ ഒരു സഹായം എനിക്കുണ്ടായിരുന്നു. അത് ഞാൻ എപ്പോഴും നന്ദിയോടുകൂടി ഓർക്കും. പക്ഷെ ഞാൻ ഒരു കാര്യം പറയാം, ഇത്രയും പെണ്ണുങ്ങളുമായിട്ട് ഞാൻ മിണ്ടുന്നുണ്ടെങ്കിലും അവരോട് ആരോടെങ്കിലും ഞാൻ സർജറിയുടെ കാര്യം പറഞ്ഞിരുന്നെങ്കിൽ ഇപ്പം എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് ഈ ഓഫീസിൽ എൻ്റെ കാര്യങ്ങളൊക്കെ പാട്ടായേനി, നാണക്കെടുവായേനി. മാഡം ആയതുകൊണ്ടാണ് എല്ലാം രഹസ്യമായി സൂക്ഷിച്ചത് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, നീ എൻ്റെ മോനെ പോലെയല്ലേ ഉള്ളൂ, അപ്പോൾ പ്രശ്നമില്ല. എൻ്റെ മോനായിരുന്നെങ്കിൽ ഞാനിത് മാനേജ് ചെയ്തേനെ. എൻ്റെ ഭർത്താവിനെ മാനേജ് ചെയ്തല്ലോ. പക്ഷേ മാഡം എന്നെ മോനെന്ന് വിളിക്കുമ്പോൾ എനിക്കെന്തോ ഒരു നാണക്കേട് തോന്നുന്നു. അതെന്താ? അല്ല, മാഡത്തെ കണ്ടു കഴിഞ്ഞാൽ എൻ്റെ അമ്മയാകുള്ള പ്രായമൊന്നും പറയുകയില്ല. വേണമെങ്കിൽ ഒരു ചേച്ചി, അങ്ങനെയുള്ളൂ. മോനെ, സോപ്പ് നീ വെറുതെ പതപ്പിക്കണ്ട. നിൻ്റെ സർജറിയും കഴിഞ്ഞു, നിനക്ക് ലീവും കിട്ടി, നീ തിരിച്ചും വന്നു. പക്ഷേ
കൂടുതൽ ശ്രദ്ധിക്കുക, ഓഫീസിൽ കളിയും ചിരിയും കുറയ്ക്കുക, മനസ്സിലായല്ലോ? ഇത് ലാസ്റ്റ് വാണിംഗ് ആണെന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അവൻ ചിരിച്ചു. ഉവ്വ്, മാഡം പറഞ്ഞ പോലെ അനുസരിക്കാം എന്ന് പറഞ്ഞിട്ട് പിന്നീട് കുറച്ച് ആക്ടിവിറ്റീസൊക്കെ ഒന്ന് കുറച്ചെങ്കിലും പെണ്ണുങ്ങൾ വിടുമോ അങ്ങോട്ട് പോയിരിക്കുകയാണ്. ക്ഷീരമുള്ളൊരകലിൻ ചുവട്ടിലും ചോര തന്നെ കൊതുകിന് കൗതുകം എന്ന് പണ്ട് കവി പാടിയ പോലെയാണ്. നല്ല ചെക്കന്മാർ എവിടെയുണ്ടോ അവിടെ പെണ്ണുങ്ങൾ ഒട്ടി നിൽക്കും. തിരിച്ച് നല്ല സുന്ദരികൾ എവിടെയുണ്ടോ അപ്പോഴേക്കും ആണുങ്ങൾ ഈച്ച പോലെ വട്ടവിട്ട് പറക്കും. പ്രകൃതിയുടെ നിയമം അതാണല്ലോ. 3-4 മാസം കഴിഞ്ഞപ്പോൾ സംഭാഷണ മധ്യേ ഞാൻ ഒരു ദിവസം ചോദിച്ചു, എങ്ങനെയുണ്ട്, എല്ലാം ഓക്കെ ആയോ? അതൊക്കെ അന്നേ ഓക്കെ ആയി മാഡം, ഒരാഴ്ച പോലും എടുത്തില്ല, എല്ലാം സൂപ്പറായി എന്ന് പറഞ്ഞു. ഞാനത് കേട്ട് ചമ്മി ചിരിച്ചു. അപ്പോൾ അവനും ചിരിച്ചു. അയ്യോ മാഡം, ഞാൻ എൻ്റെ കൂട്ടുകാരോട് പറയുന്നത് പോലെ മാഡത്തിനോട് അങ്ങ് പറഞ്ഞു പോയതാണെന്ന്. ഞാൻ പറഞ്ഞ സാരമില്ല, എന്നെ കൂട്ടുകാരിയായിട്ട് കണക്ക് കൂട്ടിക്കോളൂ, പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞ് അത് അങ്ങ് വിട്ടു. പിന്നെ ഒരു ദിവസം ഞാൻ ചോദിച്ചു, എന്തായാലും എല്ലാം റെഡി ആയില്ലേ, കല്യാണാലോചന നോക്കുന്നുണ്ടോയെന്ന്. അപ്പോൾ അവൻ പറഞ്ഞു, സത്യം പറഞ്ഞാൽ എൻ്റെ മനസ്സിൽ ഇപ്പോൾ സ്ത്രീകളൊന്നുമില്ല. ഞാൻ പറഞ്ഞു, അങ്ങനെയുള്ളവരല്ലേ കല്യാണം കഴിക്കാൻ നോക്കേണ്ടത്, സ്ത്രീകൾ മനസ്സിലില്ല. അപ്പോഴല്ലേ പുതിയൊരു പെൺകുട്ടിയെ കണ്ട് വിവാഹം ഉറപ്പിക്കേണ്ടത്. മാഡം, അടുത്ത ആഴ്ച ഒരു വീട്ടിൽ പോകാനുണ്ട്, മാഡം എൻ്റെ കൂടെ വരുമോ? നീ എന്താ പറഞ്ഞത്? ഞാൻ എന്തിനാ നിൻ്റെ കൂടെ പെണ്ണ് കാണാൻ വരുന്നത്? മാഡത്തിനറിയാമല്ലോ എനിക്ക് അച്ഛനില്ല, അമ്മയ്ക്കാണെങ്കിൽ കാറിൽ അധികം യാത്ര ചെയ്യാനും വയ്യ. കൊച്ചച്ഛനും ഭാര്യ എൻ്റെ കൂടെ വരും. 3 പേര് എങ്ങനെ മാഡം പോവുക? മാഡം കൂടെ വരുമോ? അല്ലെങ്കിൽ ഓഫീസിൽ നിന്ന് ആരെങ്കിലും വിളിക്കാമെന്ന് ഞാൻ വിചാരിച്ചു. എങ്കിൽ ഞാൻ വരാമടാ, നോക്കട്ടെ നിൻ്റെ പെണ്ണെങ്ങനെയുണ്ടെന്ന്. അപ്പോൾ അവൻ പറഞ്ഞു, മാഡം ജസ്റ്റ് കാണാൻ പോകുകയാണ്. ആ, കാണാനാണെങ്കിലും അല്ലെങ്കിൽ നമുക്കൊന്ന് നോക്കാമല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ അവൻ്റെ കൂടെ ഞാൻ പോയി. എൻ്റെ കാറിലാണ് ഞാൻ പോയത്. അവരുടെ കൊച്ചച്ഛനും ഭാര്യയും അവരുടെ കാറിൽ ഓടിച്ചു വന്നു. ഇവൻ കാറ് എടുത്തിട്ടില്ല, ഉടനെ എടുക്കുമെന്നാണ് പറഞ്ഞത്. എന്തായാലും തിരിച്ചു വന്നപ്പോഴും ഞങ്ങൾ രണ്ടുപേരും കൂടെ വന്നത്. എടാ, നിനക്ക് പെണ്ണിനെ ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവൻ പറഞ്ഞു, ഓ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, ഈ പെണ്ണിനെ എനിക്ക് വേണ്ട, എൻ്റെ സങ്കല്പത്തിലുള്ള പെണ്ണ് ഇങ്ങനെയല്ല എന്ന് പറഞ്ഞു. എടാ, എനിക്കറിയാം നല്ല സൗന്ദര്യമുള്ള ആണുങ്ങൾക്ക് അവരെക്കാൾ കൂടുതൽ സൗന്ദര്യമുള്ള പെണ്ണുങ്ങളെ നോട്ടമുണ്ടാകും. അങ്ങനെ നോക്കുമ്പോൾ നിനക്ക് പെണ്ണ് കെട്ടാൻ വലിയ പ്രയാസമായിരിക്കും. അതെന്താ മാഡം അങ്ങനെ പറഞ്ഞത്? മോനെ, നീ നല്ലൊരു സുന്ദരൻ, നിനക്കാണെങ്കിൽ അതീവ സുന്ദരിയെ വേണമെന്ന് വിചാരിച്ച് നീ പെണ്ണ് കാണാൻ പോകുന്നു. പക്ഷേ സൗന്ദര്യമുള്ള പെണ്ണുങ്ങൾ ഈ ഭൂമിയിൽ വളരെ കുറവാണ്. പക്ഷേ സൗന്ദര്യമുള്ള ആണുങ്ങൾ ഇവിടെ കൂടുതലുമാണ്. അങ്ങനെയൊക്കെ ഉണ്ടോ മാഡം? ഉണ്ട്. എടാ, നീ ഒന്ന് നടന്നു നോക്കൂ സ്ട്രീറ്റിൽ കൂടെ. അവിടെ നമ്മൾ 100 ആണുങ്ങളെ കാണുമ്പോൾ അതിൽ കുറച്ച് പേരെങ്കിലും നല്ല സൗന്ദര്യമുള്ള ആണുങ്ങളായിരിക്കും. പക്ഷേ 100 പെണ്ണുങ്ങളെ കാണുമ്പോൾ അതിൽ 1-2 പെണ്ണുങ്ങൾ മാത്രമായിരിക്കും നല്ല പെർഫെക്റ്റ് സൗന്ദര്യമുള്ളവർ. മാഡം ഇങ്ങനെ ആണുങ്ങളെ പെണ്ണുങ്ങളെല്ലാം അനലൈസ് ചെയ്ത് നോക്കാറുണ്ടോ? ഞാൻ പറഞ്ഞു, ഞാൻ നോക്കും, അത് പണ്ടേ എൻ്റെ ഒരു ശീലമാണ്. എന്തുകൊണ്ട് ഞാൻ പറയുകയാണ്, ആണുങ്ങളിലാണ് സൗന്ദര്യമുള്ളവർ കൂടുതൽ. അതിപ്പം ആണുങ്ങളല്ലേ മാഡം ജനസംഖ്യയിൽ ഏറ്റവും കൂടുതലുള്ളത്. എന്ത് പറഞ്ഞാലും നീ ഒന്ന് ശ്രദ്ധിച്ച് നോക്കൂ. നീ ഒരു 10-30 പെണ്ണുങ്ങളെ കണ്ടാലും നിന്റെ കല്യാണം നടക്കും തോന്നില്ല. കാര്യം കൊമ്പത്തല്ലേ നോട്ടം സുന്ദരികളെ. അപ്പം മാഡം എന്നെ ശപിച്ചു. ഞാൻ ഇനി പെണ്ണ് കാണാനേ പോകുന്നില്ല, എനിക്ക് കല്യാണം വേണ്ട എന്ന് പറഞ്ഞു. അയ്യോടാ, ഞാൻ പറഞ്ഞത് കേട്ട് പഞ്ചാര കുഞ്ചു പെട്ടെന്ന് കല്യാണം വേണ്ടാന്ന് വെക്കരുത് കേട്ടോ. അവസാനം ഈ സർജറി ചെയ്തതിനൊന്നും ഒരു ഫലവുമില്ലാതായി പോകും. വെറുതെ മണിയും അടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കേണ്ടി വരും എന്ന് പറഞ്ഞു. അത് കേട്ട് അവൻ പൊട്ടിച്ചിരിച്ചു. മാഡത്തിന് ഇങ്ങനെയുള്ള തമാശകളൊക്കെ അറിയാം. പിന്നെ നീ എന്താ ഉദ്ദേശിച്ചത്? ഞാനും എൻ്റെ ഭർത്താവും പണ്ട് കാലത്ത് നല്ല തമാശ പറയുമായിരുന്നു. അതെന്താ മാഡം പണ്ട് കാലം? ഓ, പുള്ളിക്കാരൻ മരിച്ചു പോയിട്ട് 10 വർഷമായില്ലേ. ഞാൻ പറഞ്ഞു, ആ 10 വർഷത്തിന് കണക്കല്ല, 2 കുട്ടികൾ ഉണ്ടാകുന്നവരെ എന്ന് മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞപ്പോഴേക്കും എല്ലാവരുടെയും ഫ്യൂസ് അടിച്ചു പോയി. അതെന്താ? എനിക്കറിയില്ല. അങ്ങേരുടെ ഫ്യൂസ് ആദ്യം അടിച്ചു പോയി. അത് കഴിഞ്ഞതിൽ പിന്നെ ഫ്യൂസ് കുത്താത്ത ഒരു ബൾബ് പോലെയായി ഞാനും മോനെ എന്ന് പറഞ്ഞു. അതെന്താ മാഡം അങ്ങനെ? അറിയില്ലടാ. വിവാഹം കഴിഞ്ഞ് കുറച്ച് നാൾ കഴിയുമ്പോഴേക്കും ഭാര്യയും ഭർത്താവും തമ്മിൽ പ്രത്യേകിച്ച് ഒരു അട്രാക്ഷനും ഇല്ലാതാകുന്നത് പുതുമയൊന്നുമല്ല, പണ്ട് തൊട്ടുള്ള കാര്യമാണെന്ന്. അയ്യോ, അങ്ങനെയുണ്ടോ? ഉണ്ട്. നീ വിചാരിക്കുന്നത് എല്ലാ കാലത്തും മധുവിധമാണെന്നാണോ? എനിക്കറിയില്ല മാഡം, ഞാൻ നേരത്തെ കല്യാണം കഴിച്ചിട്ടില്ലല്ലോ. കല്യാണം കഴിച്ച മാഡം പറഞ്ഞത് ചിലപ്പോൾ കറക്റ്റായിരിക്കും. അപ്പോൾ എന്ത് ചെയ്യണം മാഡം? ഞാൻ പറഞ്ഞു, എന്ത് ചെയ്യാനാണ്? ആ സമയത്തല്ലേ ആണുങ്ങളും പെണ്ണുങ്ങളുമൊക്കെ ഓരോ വെറൈറ്റി നോക്കി ഇറങ്ങുന്നത്. അങ്ങനെ
പല ദാമ്പത്യങ്ങളും കുളമാകുന്നു. മാഡം ഇതൊക്കെ പറഞ്ഞു കേൾക്കുമ്പോൾ എനിക്ക് പേടി തോന്നുന്നു. ഞാൻ പറഞ്ഞു, നീ വെറുതെ പേടിക്കണ്ട, ഇതൊക്കെ അഭിനയമാണെന്നറിയാം. എടാ, കുറേ ഗോപികമാരെ ഹാൻഡിൽ ചെയ്യുന്ന നിനക്ക് പേടിയോ? നീ കല്യാണം കഴിക്കാൻ മുട്ടി നടക്കല്ലേടാ. സർജറി ചെയ്ത് എല്ലാം മിനിക്ക് വെച്ചേക്കല്ലേ എന്ന് ഞാൻ ചോദിച്ചു. മിനിക്കിയിട്ട് മാഡം പറഞ്ഞ പോലെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. എനിക്ക് ഇങ്ങനെ സംസാരിക്കാൻ അറിയൂ. ബാക്കിയുള്ള പല കാര്യങ്ങൾക്ക് പേടിയാണ്. റിസ്ക് ഏറ്റെടുത്ത് തലവെക്കാൻ എനിക്ക് വയ്യ. ആരെങ്കിലും അറിഞ്ഞാൽ അല്ലെങ്കിൽ സമൂഹം ഒക്കെ പ്രശ്നമാണ്. എൻ്റെ കല്യാണം കഴിഞ്ഞെങ്കിലേ എൻ്റെ കാര്യങ്ങളൊക്കെ ക്ലിയറായിട്ട് നടക്കുള്ളൂ. നിന്നെ കണ്ടപ്പോഴെനിക്ക് മനസ്സിലായി, സൗന്ദര്യമുള്ള ആളുകൾ എങ്ങനെയാണ് അഴകുള്ള ചക്കയിൽ ചുളയില്ലെന്ന് പണ്ട് ആരോ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ധൈര്യവുമില്ല, ഒന്നുമില്ല. പെണ്ണുങ്ങൾ വന്ന് ചുമ്മാ ഇരിക്കുമ്പോഴേക്കും അവനങ്ങ് വാചകവടിയാണ്. ഇപ്പോഴല്ലേ യഥാർത്ഥ പൂച്ച് പുറത്തു ചാടിയത്. അതേ, ഞാൻ തറവാടിയായതുകൊണ്ടാണ്. ഞാൻ കുലപുരുഷനാണ്. കുലപുരുഷനാണെന്ന് എനിക്കറിയാമല്ലോ. പക്ഷേ കുല ഇങ്ങനെ ചാക്കിൽ കെട്ടി കുറേ നാൾ വെക്കരുത്. അവസാനം പഴുത്ത് അളിഞ്ഞു പോകും, ഒരു ഉപകാരവുമില്ലാതെ എന്ന് പറഞ്ഞു. അത് കേട്ട് അവൻ പൊട്ടിച്ചിരിച്ചു. ഞാനും ഇങ്ങനെയൊക്കെയുള്ള തമാശകളിൽ കൂടിയാണ് ഞങ്ങൾ അടുത്തത്. ഒരു ദിവസം അവൻ എന്നോട് ചോദിച്ചു, മാഡത്തിന് എന്നോട് എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോയെന്ന്. ഞാൻ ചോദിച്ചു, അല്ല, എനിക്കല്ലേ പ്രായം കൂടുതൽ, ഞാനല്ലേ നിന്നോട് ചോദിക്കേണ്ടത്. നിനക്ക് എന്നോട് എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ? അത് നീ ആദ്യം പറയാൻ. അപ്പോൾ അവനൊന്നും മിണ്ടിയില്ല. ഞാൻ പറഞ്ഞു, നിൻ്റെ ഉത്തരമാണ് എനിക്ക് കേൾക്കേണ്ടതെന്ന്. അപ്പോൾ അവൻ എന്നോട് പറയുകയാണ്, എനിക്ക് നല്ലപോലെ തോന്നിയിട്ടുണ്ട്. മാഡത്തിനും തോന്നിയിട്ടുണ്ടെങ്കിൽ ഇത് ഒരു സൂപ്പർ ഹിറ്റ് കോമ്പിനേഷൻ ആകും എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എനിക്ക് തോന്നിയിട്ടുണ്ട്, പക്ഷെ എന്നാലും എന്തോ എനിക്ക് നീ പറഞ്ഞതുപോലെ ഒരു കുലസ്ത്രീയുടെ പേടിയുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി പിന്നെയും ഇത്രയുമായി കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ തമ്മിൽ നല്ലൊരു റാപ്പോ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി കുറച്ചുകൂടി ഡീപ്പായിട്ട് സംസാരിക്കാൻ തുടങ്ങി. എങ്കിലും എന്തെങ്കിലും കാര്യങ്ങൾ ഫിക്സ് ചെയ്യണമല്ലോ. അതുകൊണ്ട് ഞാൻ ചോദിച്ചു, എന്തായാലും ഞാൻ തനിയെ താമസിക്കുന്നത് നിനക്കറിയാമല്ലോ, വീട്ടിലേക്ക് നീ വരുന്നുണ്ടോയെന്ന്. അപ്പോൾ അവൻ എന്നോട് ചോദിക്കുകയാണ്, റിസ്ക് അല്ലേ എന്ന്. ഞാൻ പറഞ്ഞു, റിസ്ക് ആണെങ്കിലും നീ വരികയാണെങ്കിൽ ഒരു റിസ്ക് ഒന്ന് നോക്കാമെന്ന് പറഞ്ഞു. അവൻ പറഞ്ഞു, ഞാൻ റെഡിയെന്ന്. പിന്നെ ഒന്നും പറയേണ്ട കാര്യമില്ലല്ലോ, ചിലയിടത്ത് വാക്കുകളുടെ ആവശ്യമില്ല, നമ്മൾ മറ്റർത്ഥങ്ങൾ പറഞ്ഞാൽ മതി. അങ്ങനെ ഒരു ഞായറാഴ്ച അവൻ വീട്ടിൽ വന്നു. എൻ്റെ വീട്ടിലാണെങ്കിൽ അധികം ആളുകൾ വരികയില്ല. അയലത്തുള്ളവരൊക്കെ മതിലിൻ്റെ സൈഡിൽ നിന്ന് മാത്രമേ സംസാരിക്കുകയുള്ളൂ. പക്ഷേ അവൻ വന്നു കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് ഒരു വല്ലാത്ത പേടി. ആരെങ്കിലും ശ്രദ്ധിച്ചാലോ? എന്തായാലും വന്നു കഴിഞ്ഞാൽ വെറുതെ പോകാൻ പറ്റില്ലല്ലോ. ഒരു സദ്യ ഞാൻ അവരുണ്ടാക്കി കൊടുക്കണ്ടേ? വറുത്തതും പൊരിച്ചതും പപ്പടം പൊള്ളിച്ചതും എരിവുള്ള മാങ്ങാച്ചാറും പുളിയും ഒക്കെ കൂട്ടി ഒരു വിഭവസമൃദ്ധമായ സദ്യ വേണമെന്ന് എനിക്ക് തോന്നി. പക്ഷേ എന്ത് ചെയ്യാനാണ്, പാചകം ചെയ്യാൻ ചെക്കൻ സമ്മതിക്കുന്നില്ല. വന്നപ്പോഴേ നേരെ കലവറ തുറക്കാനായിരുന്നു അവൻ്റെ മോഹം. ഞാൻ പറഞ്ഞടാ, ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കട്ടെ. അപ്പോൾ എന്നോട് പറഞ്ഞു, ഒന്നും ഉണ്ടാക്കണ്ട, എനിക്ക് അടുക്കളയിൽ ഉണ്ടാക്കുന്ന സദ്യ വേണ്ടെന്ന് പറഞ്ഞ് ചെക്കൻ എന്നോട് അടുത്ത് നിൽക്കുകയായിരുന്നു. അവൻ്റെ പോപ്പോകൾ അതിജീവിക്കാൻ എനിക്ക് പറ്റിയില്ല. സദ്യ ഉണ്ടാക്കാനുള്ള വെണ്ടയ്ക്കയും പാവയ്ക്കയും കോവയ്ക്കയും ഒക്കെ എന്നെ നോക്കി ചിരിച്ചു. എന്താടി, നീ ഞങ്ങളെ പാചകം ചെയ്യുന്നില്ലേ എന്ന്. പറ്റില്ല, എനിക്കിന്ന് ഒന്നും പറ്റില്ല. എൻ്റെ ശ്രദ്ധ ഇന്ന് പാചകത്തിലല്ല എന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ ഇത്തിരി കഴിഞ്ഞപ്പോൾ ഇടിച്ചക്കയാണ് എനിക്ക് പറ്റിയ പാചകമെന്ന് മനസ്സിലായി. ചെക്കനെ ഞാൻ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു. അവന് സൗന്ദര്യമുള്ളത് കൊണ്ട് കഴിവുകൾ കുറവായിരിക്കുമെന്ന് ഞാൻ വിചാരിച്ചു. അന്ന് ഇടിച്ചക്ക ഇടിച്ചിടിച്ച് തോരനുണ്ടാക്കുന്ന അനുഭവങ്ങളിൽ കൂടി കടന്നുപോയി. അതുമാത്രമല്ല, വ്യത്യസ്തമായ ഒരു തലം എനിക്ക് അനുഭവപ്പെട്ടു. എൻ്റെ ഭർത്താവെന്ന് പറയുമ്പോഴേക്കും പണ്ട് ഇങ്ങനെയായിരുന്നല്ലോ. അദ്ദേഹത്തിന് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിക്കഴിഞ്ഞപ്പോഴേക്കും സർജറി ചെയ്താണെന്ന് ഞാൻ പറഞ്ഞില്ലേ. അതുകൊണ്ട് തന്നെ എനിക്ക് ആ ഒരു കാലം ഓർമ്മ വന്നു. അതേ ഫീലിങ്, അതേ മെച്ചം, അതേ തുച്ഛം എന്ന് വെച്ചാൽ എവിടെയോ എൻ്റെ മനസ്സും പണ്ടത്തെ ജീവിതവുമായി കണക്റ്റഡായിപ്പോയി. ചെക്കൻ എൻ്റെ മനസ്സിൽ പഴയ ഓർമ്മകൾ തിരിച്ചു കൊണ്ടുവന്നു. എൻ്റെ മധുവിധുകാലം ഞാൻ ഓർത്തുപോയി. സൗന്ദര്യമുള്ള എൻ്റെ ഭർത്താവിനോട് അന്ന് എനിക്ക് ഒത്തിരി അറ്റാച്ച്മെൻ്റ് ഉണ്ടായിരുന്നു. ഇപ്പോഴിതാ എനിക്ക് ദൈവം അതിലും 100 മടങ്ങ് മികച്ച ഒരവസരം കൊണ്ടു തന്നിരിക്കുന്നു. ഇപ്പോൾ ഞാൻ പതുങ്ങിയിരിക്കരുത്, ആക്റ്റീവാകണം എന്ന് വിചാരിച്ച് ഞാനും എൻ്റെ രംഗപടം മുഴുവനും മാറ്റി അവതരണ കല പുറത്തെടുത്തു. അത് അവനും ഞാനും തമ്മിലുള്ള പുതിയൊരു യുഗത്തിൻ്റെ തുടക്കമായിരുന്നു. പിന്നീട്
ബെല്ലും ബ്രേക്കും ഇല്ലല്ലോ. അവൻ ഇടയ്ക്കിടയ്ക്ക് വരും, ചിലപ്പോൾ വൈകിട്ട് വരും. അത് പലരും ശ്രദ്ധിക്കില്ല എന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ ഒരു ദിവസം ഞാൻ അടുക്കളയിൽ നിൽക്കുകയാണ്. ചെക്കൻ വന്ന് ഓരോ കുസൃതികൾ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടേക്കെങ്ങും അധികം ആരും വരില്ലല്ലോ, മക്കളും വരുന്ന സമയമല്ല. അവർ ഇനിയിപ്പോൾ ഡിസംബർ മാത്രമല്ലേ വരികയുള്ളൂ. അപ്രതീക്ഷിതമായിട്ട് ആര് വരാനാ എന്ന് വിചാരിച്ച് അടുക്കളയിൽ നിന്ന് തന്നെ ഞാൻ തിരശ്ശീല ഉയർത്തിയ ചെക്കൻ്റെ മോഹങ്ങൾക്ക് കൂട്ടായി നിന്നു. അവനും ഒരു ത്രില്ലുകൾ അധികമായി കഴിഞ്ഞപ്പോൾ സ്വന്തം വീടും സ്വകാര്യതമല്ലേ. ആ സാന്ദ്രത്തിൽ ഞാൻ വായ്ക്കുരവ് ഇട്ടുപോയി മാഡം. പക്ഷേ എന്ത് ചെയ്യാനാണ്, അത് മതിലിൻ്റെ സൈഡിൽ നിന്ന് ഞങ്ങളുടെ അടുത്ത വീട്ടിലെ ചേച്ചി മനസ്സിലാക്കി. അവർ സത്യം പറഞ്ഞാൽ അവിടെ നിന്ന് ഇറങ്ങി എൻ്റെ വീടിൻ്റെ അടുക്കളയിൽ വന്നു നിന്ന് രംഗപടം എല്ലാം കണ്ടു. പക്ഷേ അവരെന്നോട് പറഞ്ഞില്ല. ചെക്കൻ പോയി കഴിഞ്ഞപ്പോഴേക്കും അവർ മതിലിൻ്റെ അവിടെ നിന്ന് എന്നെ വിളിച്ചു. ഇപ്പോൾ വന്നിട്ട് പോയ ചെക്കൻ കൂടെ ജോലി ചെയ്യുന്നാലേന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞാണ്. അവൻ എത്ര പ്രായമുണ്ട്? ഞാൻ പ്രായം പറഞ്ഞപ്പോൾ മകൻ്റെ പ്രായമല്ലേ ഉള്ളൂ, നിനക്ക് ഇനിയെങ്കിലും അടങ്ങി ഒതുങ്ങി നടന്നുകൂടെ? നീ ഒരു വിധവയാണെന്ന് ആലോചിക്കണം. എല്ലാം ഞാൻ കണ്ടു. ഇനിയിപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിലും അതിന് ഒരു ഒളിയും മറയും വേണം. എൻ്റെ വീട്ടിലിരുന്നപ്പോഴാണ് വായ്ക്കുരവ് പോലെ ഒരു ശബ്ദം കേട്ടത്. വന്ന് നോക്കിക്കഴിഞ്ഞപ്പോൾ ഇവിടെ കണ്ട കാഴ്ചകൾ എനിക്ക് വിവരിക്കാൻ പറ്റില്ല. എന്തോ വശിപ്പിച്ചൊക്കെ തോന്നി. ഞാൻ ഇവിടെ വന്ന് നോക്കിയപ്പോൾ കണ്ട കാഴ്ച എന്താണെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. അടുക്കളയിൽ നീ കടുക് വറക്കുകയായിരുന്നില്ല, അപ്പം ചുറ്റിക്കുകയായിരുന്നു എന്ന് എനിക്ക് മനസ്സിലായി എന്ന് പറഞ്ഞ് അവർ പച്ചയായി എന്നോട് കാര്യങ്ങൾ ചോദിച്ചു. നിനക്ക് ഇനിയെങ്കിലും അടങ്ങി നടക്കണം എന്ന് പറഞ്ഞ് എന്നെ ഉപദേശിച്ചു. കുറെ കഴിഞ്ഞപ്പോൾ എനിക്ക് ദേഷ്യം വന്നു. നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കിയാൽ മതി. മകൻ്റെ പ്രായമുണ്ടെങ്കിൽ ഞാൻ അങ്ങ് സഹിച്ചു. നിങ്ങൾക്കും വല്ല പ്രശ്നമുണ്ടെങ്കിൽ വല്ല മുള്ളുപനിക്കിൽ പോയി കയറ് എന്ന് പറഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും കൂടി വലിയ വഴക്കുണ്ടായി. പക്ഷേ അവർക്കെന്നോട് ശത്രുതയായി. അവർ രഹസ്യമായി എൻ്റെ 2 പെൺമക്കളുടെയും നമ്പർ എൻ്റെ ബന്ധുക്കളിൽ നിന്ന് കൈക്കലാക്കി. എന്നിട്ട് അവരെ വിളിച്ച് പറഞ്ഞു, അമ്മയ്ക്ക് ഇപ്പോൾ ഇവിടെ നൃത്തങ്ങളാണ്, എല്ലാ ദിവസവും ഇവിടെ കർട്ടൻ ഉയരുമെന്ന് പറഞ്ഞ് അവരോട് പറഞ്ഞു. അവരെന്നെ വിളിച്ച് ഒത്തിരി വഴക്ക് പറഞ്ഞു. അമ്മ ഒരു ഉദ്യോഗസ്ഥയാണെന്ന് ഓർക്കണം, ഇങ്ങനെ മതി മറന്ന് പെരുമാറരുത്, മകൻ്റെ പ്രായമല്ലേ ഉള്ളൂ എന്ന് അവരും പറഞ്ഞു. എനിക്ക് ആ കൂടി ദേഷ്യമായി. മക്കളോടും ഞാൻ വഴക്കുണ്ടാക്കി. അവർ രണ്ടുപേരും പിണങ്ങി. ഇതെല്ലാം അവൻ അറിഞ്ഞപ്പോൾ അവൻ പിന്മാറാമെന്ന് പറയുന്നു. പക്ഷേ എനിക്കത് പറ്റില്ല മാഡം. ഇപ്പോൾ ഒരു പിന്മാറ്റം അത് നടക്കുന്ന കാര്യമല്ല. പതുക്കെ വേണമെങ്കിൽ, അല്ലെങ്കിൽ കുറേ കഴിഞ്ഞ് സാധിക്കുമായിരിക്കാം, എനിക്കറിയില്ല. ഓഫീസിലും ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പറഞ്ഞു ചിരിക്കുന്നുണ്ട്. ഇപ്പോൾ അവൻ്റെ കൂടെ ഗോപികമാർ ആരുമില്ല. എനിക്കും അവനും തമ്മിലുള്ള എല്ലാ സ്വാതന്ത്ര്യങ്ങളും എല്ലായിടത്തും ഉണ്ടെങ്കിൽ പോലും സമൂഹത്തിൽ നിന്ന് ഞങ്ങൾ ഒറ്റപ്പെടുന്ന പോലെ തോന്നുന്നു. എന്ത് ചെയ്യണമെന്ന് എനിക്ക് ഒരു പിടിയുമില്ല മാഡം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പ്രായവ്യത്യാസമുള്ള ബന്ധങ്ങൾ നമ്മുടെ സമൂഹം ഒരു പുച്ഛത്തോടുകൂടിയാണ് കാണുന്നത്, അല്ലെങ്കിൽ ദുരൂഹതയോടുകൂടി. അവരത് അക്സെപ്റ്റ് ചെയ്യില്ല. പാർട്ട്നേഴ്സായിട്ട് അംഗീകരിക്കാനും ബുദ്ധിമുട്ടാണ്. ഇത് മുഴുവനും നിങ്ങളുടെ 2 പേരുടെ റിസ്ക്കാണ്. പിന്നെ ഞാൻ എപ്പോഴും പറയാറുണ്ട്, 2 വ്യക്തികളും സ്വതന്ത്രമായിരിക്കുന്നിടത്തോളം കാലം ചിലപ്പോൾ നിങ്ങൾക്ക് മറ്റുള്ളവരുടെ വാക്കുകൾ ശ്രദ്ധിക്കേണ്ടി വരില്ല. കാര്യം ആർക്കും ആരെയും ദ്രോഹമൊന്നുമില്ല. നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കുന്നു, മുന്നോട്ട് പോകുന്നു, അത്രയേ ഉള്ളൂ. പക്ഷേ അങ്ങേർക്കൊരു കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് പിന്നെയും ഇത് തുടരുകയാണെന്നുണ്ടെങ്കിൽ അതിനെ ന്യായീകരിക്കാൻ പറ്റില്ല. അതുമാത്രമല്ല, ആ ഒരു മനുഷ്യൻ്റെ ഒരു നല്ല ജീവിതത്തിന്, ഒരു വിവാഹ ജീവിതത്തിന് ഈ ഒരു ബന്ധം തടസ്സമാകുകയാണെങ്കിലും അത് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല. കാര്യം ഈ പറഞ്ഞതുപോലെ സെൻറ്റിമെൻറ്റ്സിൻ്റെ പേരിലാണെങ്കിലും അടുപ്പത്തിൻ്റെ പേരിലാണെങ്കിലും നല്ല കാലം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പ്രായവ്യത്യാസം ഒത്തിരി ഉള്ളതുകൊണ്ട് എല്ലാവരും വെല്ലുവിളിച്ച് വിവാഹം നടത്തിയിട്ടും വലിയ കാര്യമൊന്നുമില്ല. എല്ലാം നമ്മൾ ചിന്തിക്കണമല്ലോ പ്രാക്ടിക്കലായിട്ട്. അപ്പോൾ തൽക്കാലം എന്ന് പറയുമ്പോഴേക്കും നിങ്ങൾക്ക് എല്ലാവരും എതിരാണെങ്കിലും അത് സമൂഹത്തിൻ്റെ സദാചാരം കൊണ്ടാണ്. പക്ഷേ നിങ്ങൾ രണ്ടുപേരും സ്വതന്ത്ര വ്യക്തികളാണ്. അങ്ങനെ അല്ലാതാകുന്ന സമയത്ത് ഈ ബന്ധം തുടരുന്നത് ഒട്ടും നല്ലതല്ല. അങ്ങേർക്ക് നല്ലൊരു ജീവിതം വരുമ്പോഴേക്കും ഈ ബന്ധം തടസ്സമായി നിൽക്കരുത്. പതുക്കെ ഈ ബന്ധത്തിൽ നിന്ന് പിന്മാറുക. പിന്നെ ഇങ്ങനെയുള്ള ബന്ധം അറിഞ്ഞു കഴിയുമ്പോഴേക്കും ആരും അക്സെപ്റ്റ് ചെയ്യാനോ സപ്പോർട്ട് ചെയ്യാനോ വരില്ല. എപ്പോഴും ഒരു സ്ട്രഗിളായിരിക്കും. ആ സ്ട്രഗിള് നമ്മൾ നേരിടേണ്ടി വരും. ആരായാലും നമ്മുടെ ഇഷ്ടങ്ങളാണ്. അതിനുവേണ്ടി നമ്മൾ സ്ട്രഗിൾ നേരിടാൻ തയ്യാറായിരിക്കണം. 2 വലിയ പെൺമക്കളുടെ അമ്മ എന്നുള്ളതിലേക്ക് നിങ്ങൾക്ക് സമൂഹത്തിൻ്റെ സദാചാരം ഏത് വഴിക്കാൻ പോകുന്നതെന്ന് അറിയാമല്ലോ. അതുകൊണ്ട് തൽക്കാലം ഇതൊക്കെ ഓക്കെ ആണെങ്കിൽ കൂടിയും പിന്നീട് നിങ്ങൾ ചിന്തിച്ച് ഇതിൽ ഒരു ഭാവി തീരുമാനങ്ങൾ 2 പേർക്ക് ഗുണകരമായത് എടുക്കേണ്ടി വരും. ബുദ്ധിപൂർവ്വവും ശ്രദ്ധാപൂർവ്വവും ജീവിക്കുക എന്ന് മാത്രമേ എനിക്കിതിൽ പറയാനുള്ളൂ. അല്ലാതെ ഇപ്പോൾ കൂടുതൽ നമ്മൾ പറഞ്ഞെന്ന് പറഞ്ഞാലും നിങ്ങൾ ഇത് പെട്ടെന്ന് തീരുമാനമെടുത്ത് മാറുമെന്ന് എനിക്ക് തോന്നുന്നില്ല.